ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ വർക്ക് ഏരിയയിൽ 2 വർഷമായിട്ടോ ഇങ്ങനെ ഓപ്പണായി കിടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഈ കബോർഡ്സുകളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല. വളരെ ചുരുങ്ങിയ ചിലവിൽ കബോർഡ്സ് സെറ്റ് ചെയ്യണം പറഞ്ഞിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനാണ് ഞാൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. മുമ്പ് വർക്ക് ചെയ്തത് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ തിക്കും തിരക്കായിട്ട് ഒന്നും വെക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. കബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 11 മണിക്കാണ് വന്നത്. ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ പണിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ നല്ല വൃത്തിക്കെല്ലാം വെച്ച് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുകളിൽ ഇങ്ങനെ ഓപ്പൺ ഷെൽഫ് പോലെ കൊടുക്കാനും പിന്നെ ഈ പാത്രം വെള്ളം അടിയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡും അതും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴ്ഭാഗം ഇങ്ങനെയാണ് കേട്ടോ കബോർഡൊക്കെ വെച്ചത്. ജസ്റ്റ് ഒന്ന് എല്ലാം ക്ലോസ് ചെയ്യുക ചെയ്തത്. സിലിണ്ടർ ഇതിനടിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് വേറെ കബോർഡൊന്നും വെക്കാൻ പറ്റില്ല. ടാൻഡം ബോക്സ് കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പുറത്ത് മെയിൻ കിച്ചണിലുള്ളതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ വർക്ക് ഏരിയ ആയതുകൊണ്ട് പ്ലെയിൻ ആക്കിയാൽ വിട്ടത് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല വൃത്തിക്കെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടുത്തെ വിൻഡോസ് വന്നിട്ട് ഗ്രില്ലഡ് ആയതുകൊണ്ട് സ്ലൈഡിംഗ് ഡോറേ വെക്കാൻ പറ്റുള്ളൂ. ആദ്യം നെറ്റാണ് ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ലൈഡിംഗ് ഡോർ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്ലൈഡിംഗ് ഡോർ വെച്ചു. അത് ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഓരോന്നായി കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഇതിൽ ഇങ്ങനെ പാത്രം വെക്കുന്ന സ്റ്റാൻഡാണ് വരുന്നത്. നമുക്ക് വെള്ളമൊക്കെ അടിയിലേക്ക് പോകാനും അതിങ്ങനെ എടുത്ത് മാറ്റാനുള്ള കളയാനുള്ളത് ഉണ്ടായിരുന്നു. അടിയിൽ ബൗൾസും കാര്യങ്ങളൊക്കെ വെക്കാം. ഇത് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. നമുക്ക് പെട്ടെന്നൊക്കെ പാത്രം കഴുകിക്കഴിഞ്ഞാൽ എപ്പോഴും ഷെൽഫുകൾ തുടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കാരം, കേടുവരും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഷെൽഫ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇതുപോലെ ഓപ്പൺ ഷെൽഫുകളൊക്കെ വെച്ചതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന പോലത്തെ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റും. ബൗൾസ് കാര്യങ്ങൾ ഗ്ലാസ്സുകൾ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. കബോർഡ്സിലൊക്കെ സെറ്റ് ചെയ്തതിന് 19,000 രൂപയാണ് എല്ലാം കൂടെ ആയത്. ഇത് ആ സ്ലൈഡിംഗ് വിൻഡോയും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള എമൗണ്ടാണ് പറയുന്നത്. താഴ്ഭാഗം എങ്ങനെയാണ് കേട്ടോ, ചെറുതായിട്ട് എല്ലാം ഒന്ന് ഷെൽഫുകൾ ക്ലോസ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ വെക്കാനും പിന്നെ എനിക്ക് ആ സിലിണ്ടർ അടുത്തുള്ളത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കട്ട്ലറി ബോക്സ് അങ്ങനത്തെ ബോക്സുകളൊക്കെ അപ്പുറത്ത് മെയിൻ കിച്ചണിലുള്ളതുകൊണ്ട് ഞാൻ ഇത് വെറുതെ ജസ്റ്റ് ക്ലോസ് ചെയ്യണ പോലെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ വെക്കാൻ പറ്റും. ചിലവ് ഭയങ്കര കുറവാണ് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇതാണ് നമ്മുടെ ഓവറാൾ കിച്ചൺ ലുക്ക്. ഇതിപ്പോൾ നമുക്കൊരു മെയിൻ കിച്ചൺ പോലെ തന്നെ തോന്നിക്കത്തുള്ളൂ, വർക്ക് ഏരിയ പോലെ തോന്നിക്കത്തില്ല. ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ വെക്കാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. ലൈറ്റ് ഒരു ഐവറി കളറൊക്കെ സെലക്ട് ചെയ്തത് ഗ്രീൻ ഷെയ്ഡ് പോലെ തോന്നിക്കും, പക്ഷെ വൈറ്റ് അല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.